അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നോമ്പിൻ്റെ നിബന്ധനകളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നാം മനസ്സിലാക്കിയത്. ഇനി നമുക്ക് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് മനഃപൂർവ്വം ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്ന രൂപത്തിലോ അർത്ഥത്തിലോ ആയാലും നോമ്പ് മുറിയും. അഥവാ ഒരു വ്യക്തി ഒരു കല്ല് വിഴുങ്ങി, അത് നാം ഭക്ഷണം പോലെ കഴിക്കുന്നതല്ല, എങ്കിലും ഭക്ഷണം കഴിക്കുന്ന രൂപത്തിലായതുകൊണ്ട് തന്നെ കല്ലോ മാലയോ അതുപോലെ ഭക്ഷണമല്ലാത്ത വല്ല വസ്തുക്കളും വിഴുങ്ങിയാലും നോമ്പ് മുറിയുന്നതാണ്. അതുപോലെ തന്നെയാണ് ശരീരത്തിൽ ഗ്ലൂക്കോസ് പ്രവേശിപ്പിക്കുന്നത്. അത് നാം ഭക്ഷണം പോലെ കഴിക്കുന്നില്ലെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ഫലമാണോ ഉണ്ടാകുന്നത് അതേ റിസൾട്ട് തന്നെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഒക്കെ പ്രവേശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന അർത്ഥത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലും നോമ്പ് മുറിയുന്നതാണ്. ഇതൊരു അസ്ലാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും ഈ ഒരു അസ്ലുമായി ബന്ധിപ്പിച്ചാൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പലർക്കുമുള്ള ഒരു സംശയമാണ് നോമ്പുകാരനായിരിക്കെ മൂക്കിലേക്ക് മരുന്നിറ്റിക്കാമോ എന്നുള്ളത്. നമുക്കറിയാം, മൂക്ക് എന്നുള്ളത് തൊണ്ടയിലേക്കുള്ള ഒരു കവാടമാണ്. രോഗികളായ ആളുകൾക്ക് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ മൂക്കിലൂടെ ഭക്ഷണം നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറ്റിക്കുന്ന മരുന്ന് അത് തൊണ്ടയിലെത്തി അല്ലെങ്കിൽ അതിലേക്ക് താഴെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ നോമ്പ് മുറിയുന്നതാണ്. എന്നാൽ മൂക്കിൽ തന്നെ നിൽക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് തന്നെ ശരീരം ആ മരുന്നിനെ വലിച്ചെടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നോമ്പ് മുറിയുന്നതല്ല. ഏതായാലും ഇത്തരത്തിലുള്ള മരുന്നുകൾ മറ്റു സമയത്തേക്ക് മാറ്റിവെക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നോമ്പിനെ സംരക്ഷിക്കുവാൻ ഏറ്റവും നല്ലത് അത് തന്നെയാണല്ലോ. എന്നാൽ കണ്ണിലേക്കോ ചെവിയിലേക്കോ മരുന്നിറ്റിക്കുകയാണെങ്കിൽ അതൊരിക്കലും ശരീരത്തിൻ്റെ ഉള്ളിലേക്ക്, ജൗഫിലേക്ക്, ഉള്ളിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നോമ്പിനെ അത് ബാധിക്കുന്നില്ല. മറ്റൊരു സംശയമാണ് ഭക്ഷണത്തിന് പകരമല്ലാത്ത സിറിഞ്ചുകൾ അല്ലെങ്കിൽ വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങൾ നോമ്പ് മുറിക്കുമോ എന്നുള്ളത്. ഇല്ല, അത് ശരീരത്തിൻ്റെ പേശികളിലാണെങ്കിലും അല്ലെങ്കിൽ ഞരമ്പുകളിലാണെങ്കിലും അല്ലെങ്കിൽ തൊലിയിലാണെങ്കിലും അതൊന്നും ഉള്ളിലേക്ക്, വയറ്റിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാരണം കൊണ്ട് ഒരുവൻ്റെ നോമ്പ് മുറിയുകയില്ല. നമ്മൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളായി പഠിച്ചത് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന രൂപത്തിലാവുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന അർത്ഥത്തിലാവുക. ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ഹൃദയാഘാതമുള്ള ആളുകൾ നാവിനടിയിൽ മരുന്ന് വെക്കുമ്പോഴും അത് ഉള്ളിലേക്ക് ഇറക്കാത്തിടത്തോളം കാലം അവൻ്റെ നോമ്പ് മുറിയുകയില്ല. അതുപോലെ തന്നെയാണ് ഓക്സിജൻ നൽകുന്നതും, അതും നോമ്പിനെ മുറിക്കുന്നില്ല. കാരണം ഓക്സിജൻ എന്നുള്ളത് കേവലം വായുവാണ്. എന്നാൽ പുകവലിക്കുകയാണെങ്കിൽ അത് നോമ്പ് മുറിക്കുന്നതാണ്. കാരണം പുകവലി എന്നുള്ളത് അതൊരു ഉണ്മയുള്ള, ഒരു ബോഡിയുള്ള വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുമ്പം നോമ്പ് മുറിയും. കാരണം ശരീരത്തിലേക്ക് ഭക്ഷണത്തിന് പകരമായ ഒരു വസ്തുവാണ് പ്രവേശിപ്പിക്കുന്നത്. പലരും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് നോമ്പുകാരനായിരിക്കെ ഇൻഹേലർ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഉള്ളിലേക്ക് വല്ലതും പ്രവേശിക്കുന്നുണ്ടോ ഇല്ലേ എന്ന ഒരു ചർച്ച തന്നെയാണ് ഈ ഒരു അഭിപ്രായ വ്യത്യാസത്തിനും കാരണം. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഉള്ളിലേക്ക് നമ്മൾ സാധാരണ ശ്വാസമെടുക്കുമ്പോൾ പ്രവേശിക്കുന്ന പൊടിപടലങ്ങൾ പോലെ വളരെ നിസ്സാരമായ കാര്യങ്ങൾ മാത്രമാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നോമ്പ് മുറിക്കുന്നതല്ല. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു എന്നാലും നോമ്പ് മുറിയുന്നതാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നോമ്പിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് തന്നെ പരമാവധി നോമ്പ് ഇല്ലാത്ത സമയത്ത് ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നിർബന്ധിത സാഹചര്യമാണെങ്കിൽ കഴിയുമെങ്കിൽ മറ്റൊരു ദിവസം ഖളാ വീട്ടുന്നതും നല്ലതാണ് എന്നാണ് മഹാനായ സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അടക്കമുള്ള പണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിഷയകമായി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് മനഃപൂർവ്വം ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമാണ് നോമ്പ് മുറിയുക എന്നുള്ളത്. മറന്നുകൊണ്ടോ അല്ലെങ്കിൽ നോമ്പ് മുറിയുമെന്ന അറിവില്ലായ്മ കൊണ്ടോ ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ
അവന്റെ നോമ്പ് മുറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ നസിയ വഹുവ സ്വായിമുൻ ഫഅകല ഔ ശരിബ. ഒരു വ്യക്തി മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ ഫൽയുതിമ്മ സൗമഹു, അവൻ അവന്റെ നോമ്പ് പൂർത്തിയാക്കട്ടെ. ഫഇന്നമ അത്അമഹുല്ലാഹു വസഖാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവനെ ഭക്ഷിപ്പിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവനെ കുടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നോമ്പ് മുറിയുന്നതല്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരാൽ നിർബന്ധിക്കപ്പെട്ട് നോമ്പ് മുറിക്കേണ്ട അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായാലും അതും ഒരു വ്യക്തിയുടെ കഴിവിൽപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ അവിടെയും നോമ്പ് മുറിയുന്നതല്ല. അവൻ നോമ്പ് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. നോമ്പ് മുറിക്കുന്ന വളരെ ഗൗരവപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇണചേരുക എന്നുള്ളത്. റമദാനിന്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവന്റെ നോമ്പ് മുറിയും. മാത്രമല്ല, ആ ദിവസത്തിൽ, ആ പകലിൽ അവൻ നോമ്പുകാരനെ പോലെ വർത്തിക്കുകയും ചെയ്യണം. കാരണം ഇസ്ലാം നൽകിയ ഇളവ് കാരണമല്ല ആ വ്യക്തി നോമ്പ് ഉപേക്ഷിച്ചിട്ടുള്ളത്. മാത്രമല്ല, നഷ്ടപ്പെട്ട ആ നോമ്പ് ഖളാ വീട്ടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും കഫാറത്ത് നൽകുകയും ചെയ്യേണ്ടതുണ്ട്. എന്താണ് കഫാറത്തായി നൽകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തി തിരുസന്നിധിയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാല ഹലക്തു, പ്രവാചകരെ, ഞാൻ നശിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ ശഅനുക, എന്തു പറ്റി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, വഖഅതു അല ഇംറഅതി ഫി റമളാൻ, റമളാനിന്റെ പകലിൽ ഞാൻ എൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നിരിക്കുന്നു പ്രവാചകരെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്, ഹൽ തജിദു മാ തുഅ്തിഖു റഖബ, നിനക്കൊരു അടിമയെ മോചിപ്പിക്കുവാൻ സാധിക്കുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ, എനിക്കതിന് കഴിയില്ല പ്രവാചകരെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിച്ചു, ഫഹൽ തസ്തതീഉ അൻ തസൂമ ശഹ്റൈൻ മുതതാബിഈൻ, അങ്ങനെയാണെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുവാൻ സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, ലാ പ്രവാചകരെ, എനിക്കതിനും സാധിക്കുകയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിച്ചു, ഫഹൽ തസ്തതീഉ അൻ തുത്ഇമ 60 മിസ്കീന, 60 മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുവാൻ നിനക്ക് സാധിക്കുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ പ്രവാചകരെ, എനിക്ക് അതിനും സാധിക്കുകയില്ല. അങ്ങനെ പ്രവാചക സന്നിധിയിലേക്ക് ഒരു കൊട്ട കാരക്ക് കൊണ്ടുവരപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ആ വ്യക്തിയിലേക്ക് നൽകിക്കൊണ്ട് അയാളോട് പറഞ്ഞു, ഇത് നീ ദാനം ചെയ്യ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പ്രവാചകരെ, എന്നെക്കാളും പാവപ്പെട്ടവർക്കാണോ നൽകേണ്ടത്? എന്റെ നാട്ടിൽ അങ്ങനെ എന്നെക്കാളും പാവപ്പെട്ട മറ്റൊരാളില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുദ്ഹു ഫഅത്ഇംഹു അഹ്ലക്, അങ്ങനെയാണെങ്കിൽ നീ ഇതെടുത്ത് നിന്റെ കുടുംബത്തെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ റമദാനിന്റെ പകലിൽ ഇണ ചേർന്നാൽ അതിനുള്ള കഫാറത്ത് അടിമമോചനമാണ്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് 60 ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കേണ്ടത്. അതിനും സാധിക്കാത്തവർ മാത്രമാണ് 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകേണ്ടത്. ഇതൊരിക്കലും ഒരു ഓപ്ഷനായി ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ള അവസരം ഇസ്ലാം നൽകുന്നില്ല. സ്വാഭാവികമായി നമുക്ക് ഇന്ന് അടിമമോചനം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കഴിയുന്നവർ എല്ലാവരും 60 ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുകയാണ് വേണ്ടത്. ഇനി ശാരീരികമായി അതിന് സാധിക്കുന്നില്ലെങ്കിൽ മാത്രം 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകേണ്ടതാണ്. ഇതിൽ തുടർച്ചയായി 2 മാസം നോമ്പനുഷ്ഠിക്കണമെന്ന് പറയുമ്പോൾ വ്യക്തമായ ഒരു കാരണമില്ലാതെ നോമ്പിനിടയിൽ ഗ്യാപ്പ് വരാൻ പാടില്ല. അഥവാ ഈ ദിവസങ്ങൾക്കിടയിൽ നമുക്ക് വല്ല രോഗം സംഭവിച്ചു, അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുവാൻ പറ്റാത്ത പെരുന്നാളോ മറ്റോ ദിവസങ്ങൾ കടന്നു വരികയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ മനഃപൂർവ്വം ഉപേക്ഷ വരുത്തുകയാണെങ്കിൽ, വിടവ് സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ആദ്യം മുതൽ തന്നെ 1 മുതൽ തന്നെ 60 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കേണ്ടി വരും. സ്ത്രീകൾക്കും അവർ നിർബന്ധിക്കപ്പെട്ടതല്ലെങ്കിൽ ഇതേ വിധി തന്നെയാണ്. ഇനി അവർ നിർബന്ധിക്കപ്പെട്ടതാണെങ്കിൽ അവർക്ക് ഖളാ ഇല്ല, കഫാറത്തുമില്ല. അവർ ആ നോമ്പ് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൻ അഫ്തറ ഫീ ശഹ്രി റമളാന നാസിയ, ആരെങ്കിലും മറന്നുകൊണ്ട് റമളാനിന്റെ പകലിൽ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ലാ ഖളാ അലൈഹി വലാ കഫാറ, അവന് ഖളാ ഇല്ല, കഫാറത്തുമില്ല. എന്നാൽ എപ്പോഴാണ് ഓർമ്മ വരുന്നത്? ആ സമയത്ത് ആ പ്രവർത്തനം അവസാനിപ്പിക്കണം. ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുമ്പോഴാണ് നോമ്പുകാരനാണെന്ന് ഓർമ്മ വരുന്നത്. ആ സമയത്ത് തന്നെ അത് ഉപേക്ഷ വരുത്തണം. ഏതായാലും വായിലായില്ലേ, അത് ഇറക്കിക്കൂടെ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവന്റെ നോമ്പ് മുറിയും. അത് ഉടനെ തന്നെ ഒഴിവാക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ നോമ്പ് മുറിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു നോമ്പുകാരനെ കണ്ടാൽ മറ്റുള്ള വ്യക്തികൾ അവനെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അവൻ മറന്നുപോയത് കൊണ്ടല്ലേ എന്ന് വിചാരിക്കാൻ പാടില്ല. കാരണം നമുക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ബാധ്യതയാണ്
അവനെ ഓർമ്മിപ്പിക്കുക, അവനെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളത്. നോമ്പ് മുറിക്കുന്ന മറ്റൊരു കാര്യമാണ് മനഃപൂർവ്വം മനീയ് അഥവാ ഇന്ദ്രിയ സ്ഖലനം പുറപ്പെടുവിക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്താൽ അയാൾ ആ നോമ്പ് ഖളാ വീട്ടണം, എന്നാൽ കഫാറത്തില്ല. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു വ്യക്തി ഒരിക്കലും ഉപേക്ഷ വരുത്തുവാൻ പാടില്ലാത്ത റമദാനിലെ പവിത്രമായ നോമ്പ് അവൻ ഉപേക്ഷ വരുത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും ആ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യേണ്ടതുണ്ട്. നോമ്പ് മുറിക്കുന്ന മറ്റൊരു കാര്യമാണ് മനഃപൂർവ്വം ഛർദ്ദിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ദറഅഹുൽ ഖൈഉ ഫലൈസ അലൈഹി ഖളാ. ആരെങ്കിലും മനഃപൂർവ്വമല്ലാതെ സ്വമേധയാ ഛർദ്ദിക്കുകയാണെങ്കിൽ അവൻ നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. ഇനി ഒമനിസ്തഖാഅ ഫല്യഖ്ളി, മനഃപൂർവ്വമാണ് ഛർദ്ദിക്കുന്നതെങ്കിൽ അവൻ ഖളാ വീട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തികട്ടി വന്നാലും അല്ലെങ്കിൽ പല്ലിനിടയിൽ നിന്ന് രക്തം വന്നാലും അതൊന്നും ഉള്ളിലേക്ക് ഇറക്കുന്നത് വരെ ഒരുവന്റെ നോമ്പ് മുറിയുന്നതല്ല. നോമ്പ് മുറിക്കുന്ന മറ്റൊരു കാര്യമാണ് ഹൈലോ നിഫാസോ സംഭവിക്കുക എന്നുള്ളത്. ഹൈലോ നിഫാസോ ഉള്ള സ്ത്രീകൾ നോമ്പനുഷ്ഠിക്കരുതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്നാൽ നോമ്പുകാരനായിരിക്കെയാണ് ഒരുവൾക്ക് ഹൈലോ നിഫാസോ സംഭവിക്കുന്നതെങ്കിൽ അവളുടെ നോമ്പ് മുറിയുന്നതാ. അതിനി സൂര്യൻ അസ്തമിക്കുവാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂവെങ്കിലും ആ നോമ്പ് മുറിയുന്നതാണ്. ആ നോമ്പ് അവൾ മറ്റൊരു ദിവസം ഖളാ വീട്ടുകയാണ് ചെയ്യേണ്ടത്. നോമ്പ് മുറിയുന്ന മറ്റൊരു കാര്യമാണ് ഭ്രാന്ത് സംഭവിക്കുക എന്നുള്ളത്. നമ്മൾ നോമ്പിന്റെ നിബന്ധനകളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ വിശദമായി സംസാരിച്ചതാണ്. അതുപോലെ തന്നെ നോമ്പിനെ മുറിക്കുന്ന മറ്റൊരു കാര്യമാണ് മുർത്തദാവുക എന്നുള്ളത്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി സംസാരിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നോമ്പ് മുറിക്കുന്ന മറ്റൊരു കാര്യമാണ് നോമ്പ് മുറിക്കുന്നു എന്ന് നിയ്യത്ത് കരുതുക. നോമ്പുകാരനായിരിക്കെ നോമ്പ് മുറിക്കുന്നു എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ നോമ്പ് മുറിക്കുന്ന മറ്റു പ്രവർത്തനങ്ങളൊന്നും ഏർപ്പെടാതെ തന്നെ അവന്റെ നോമ്പ് മുറിയുന്നതാണ്. ചുരുക്കത്തിൽ ഒരു വ്യക്തി റമളാനിന്റെ പകലിൽ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും ആ പകലിൽ നോമ്പുകാരനെ പോലെ വർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം ഇസ്ലാം നൽകിയ ഇളവ് കാരണമല്ല ആ വ്യക്തി നോമ്പിൽ ഉപേക്ഷ വരുത്തിയിട്ടുള്ളത്. എന്നാൽ ലൈംഗിക ബന്ധത്തിലൂടെയാണ് നോമ്പ് മുറിക്കുന്നതെങ്കിൽ ഇതിനെല്ലാം പുറമെ ആ വ്യക്തി കഫാറത്ത് നൽകുകയും ചെയ്യേണ്ടതുണ്ട്. കഫാറത്ത് നൽകുമ്പോൾ ആദ്യമായി പരിഗണിക്കേണ്ടത് അടിമമോചനമാണ്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കേണ്ടത്. അതിനും കഴിയുന്നില്ലെങ്കിൽ മാത്രമാണ് 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകേണ്ടത്. ഇവിടെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയുടെ നോമ്പ് മുറിയണമെങ്കിൽ ആ വ്യക്തിക്ക് ആ കാര്യം നോമ്പ് മുറിയുന്നതാണെന്ന അറിവുണ്ടായിരിക്കണം, നോമ്പുകാരനാണെന്ന ഓർമ്മയുണ്ടായിരിക്കണം, അതുപോലെ തന്നെ മനഃപൂർവ്വമായിരിക്കണം, അഥവാ നിർബന്ധിക്കപ്പെട്ട സാഹചര്യത്തിലായിരിക്കാൻ പാടില്ല. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെടുകയാണെങ്കിൽ അവന്റെ നോമ്പ് മുറിയുന്നതല്ല, അവൻ ആ നോമ്പ് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ രോഗികളുടെയും യാത്രക്കാരന്റെയും ഗർഭിണികളുടെയും നോമ്പിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.